ഹിന്ദുമത വിശ്വാസപ്രകാരം കൈലാസം വെറുമൊരു പർവ്വതമല്ല, മറിച്ച് ദേവലോകത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. മഹാദേവൻ്റെ വാസസ്ഥലമായി കരുതപ്പെടുന്ന കൈലാസം സ്വർഗത്തിൻ്റെ പടവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കൈലാസയാത്ര പലരുടെയും ഒരു സ്വപ്നമാണ്. കഴിഞ്ഞ 6 വർഷമായി നിലച്ചിരുന്ന ഈ യാത്ര ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെ കൈലാസത്തിലെത്താം? വഴി സെൻട്രൽ മാഗസിൻ പറഞ്ഞു തരും. കൈലാസം ഹിമാലയ പർവ്വതത്തിൻ്റെ ടിബറ്റിലേക്ക് നീണ്ടുകിടക്കുന്ന ഭാഗമാണ്. ഡൽഹിയിൽ നിന്ന് 865 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 6690 മീറ്റർ ഉയരത്തിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ നീളം കൂടിയ നദികളായ സത്ലജ്, ബ്രഹ്മപുത്ര, കർണാലി തുടങ്ങിയവയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്താണ് കൈലാസം. കൈലാസം എന്നത് ഹിന്ദു, ബുദ്ധ, ജൈന മതവിശ്വാസികൾക്ക് പുണ്യഭൂമിയാണ്. ആഗ്രഹമുള്ളതുകൊണ്ടോ ധനമുള്ളതുകൊണ്ടോ അധികാരമുള്ളതുകൊണ്ടോ കൈലാസത്തിൽ എത്തിച്ചേരുക സാധ്യമല്ല എന്ന് അനുഭവസ്ഥർ പറയുന്നു. ഇത്രയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു പോയാലും അവിടെ യാത്ര വിജയിക്കുകയോ ഇല്ലേ എന്നുള്ളതൊക്കെ അത് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണമായും ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പോൾ നല്ല അർപ്പണബോധത്തോടുകൂടി നമ്മൾ പോവുക, അത്യാവശ്യം വേണ്ട ശാരീരിക പ്രിപ്പറേഷൻസ് നടത്തുക. നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രം നമ്മൾ ആ യാത്ര പൂർത്തീകരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളല്ല, ഭോലേനാഥാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പ്ലാൻ അനുസരിച്ച് നടക്കുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സാധ്യതയില്ലാത്ത, പിന്നെ ചില ആളുകൾക്കൊക്കെ ദിരാപ്പുക്ക് ക്യാമ്പിലെത്തുമ്പോൾ തന്നെ ശ്വാസതടസ്സമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ ദർശനം ചെയ്തുകൊണ്ട് തിരിച്ചു പോരാം. പരിക്രമണം എന്ന് പറയുന്ന ടഫായ മേഖലയിലേക്ക് കടക്കാതിരിക്കും. പരമശിവൻ പത്നിയായ പാർവതീദേവിയുമൊത്ത് ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമാണ് കൈലാസപർവ്വതം എന്നാണ് വിശ്വാസം. ജൈനമതത്തിൽ കൈലാസം അഷ്ടപദപർവ്വതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജൈനതീർത്ഥങ്കരൻ ഋഷഭദേവ തുടങ്ങിയവർ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി തപസ് ചെയ്യാൻ തിരഞ്ഞെടുത്തതും കൈലാസപർവ്വതമായിരുന്നുവെന്നാണ് വിശ്വാസം. മഹേശ്വരൻ്റെ പീഠം നേരിൽ കാണുക എന്നത് ചില നിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതായത് 52 കിലോമീറ്ററാണ് കൈലാസത്തിൻ്റെ പരിക്രമണ പാത വരുന്നത്. ഈ 52 കിലോമീറ്ററിൽ നമുക്ക് 13 കിലോമീറ്റർ വാഹന സൗകര്യം ലഭ്യമാണ്. യമദ്വാർ മുതൽ തുടങ്ങി സുതുൽഫക്ക് വരെയുള്ള പ്രദേശത്താണ് നമുക്ക് വാഹന സൗകര്യം ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ നമുക്ക് 3 ദിവസങ്ങളായിട്ടാണ് ഈ യാത്ര ചെയ്യേണ്ടത്. യമദ്വാറിൽ നിന്ന് ആരംഭിക്കുന്ന ദാർച്ചലിൽ നിന്ന് വാഹനത്തിൽ യമദ്വാറിൽ വന്നതിന് ശേഷം യമദ്വാറിൽ പരിക്രമണം കഴിഞ്ഞ് ദിരാപ്പുക്ക് വരെയുള്ള 13 കിലോമീറ്റർ ദൂരം കാൽനടയായിട്ടും വാഹനത്തിൻ്റെ പുറത്തും നമുക്ക് പോകാം. അതായത് വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുതിരകളെ അവിടെ നിന്ന് ഹയർ ചെയ്തെടുക്കാൻ പറ്റും, കുതിരകളുടെ പുറത്ത് പോവാം. മഞ്ഞുമൂടിയ മലനിരകളാൽ ചുറ്റപ്പെട്ട മാനസരോവർ തടാകം, മനസ്സിൻ്റെ തടാകം എന്ന അർത്ഥം വരുന്ന 2 വാക്കുകൾ ചേർന്നതാണ് ഈ തടാകം. തണുപ്പ് കാലത്ത് മാനസരോവർ ഉറഞ്ഞുകിടക്കും. വേനൽക്കാലത്ത് മഞ്ഞുരുകി 5 നദികളിലായിട്ടാണ് മാനസരോവറിൽ ജലം എത്തുന്നത്. നീണ്ട 6 വർഷത്തിന് ശേഷം കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചിരിക്കുകയാണ്. കോവിഡ് വ്യാപനവും ഗാൽവാൻ താഴ്വരയിലെ ഇന്ത്യ ചൈന സംഘർഷവും മൂലം 2019 ശേഷം യാത്ര തടസ്സപ്പെട്ടിരുന്നു. നമ്മൾ കൈലാസ യാത്രയ്ക്ക് തലേദിവസം രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് പോകാൻ പറ്റില്ല. മിനിമം 2 മാസം മുമ്പെങ്കിലും കൈലാസ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഏജൻസികളുമായിട്ട് രജിസ്റ്റർ ചെയ്യണം. കാരണം ഇതിനകത്ത് 3 ഏജൻസികൾ, 3 രാജ്യത്തു നിന്നുള്ള ഏജൻസികളുടെ കൺസോർഷ്യമാണ് ഈ യാത്രകൾ സംഘടിപ്പിക്കുന്നത്. ഒന്ന് ഇന്ത്യൻ ട്രാവൽ ഏജൻറ് ഉണ്ടായിരിക്കും, നേപ്പാളിലെ ഏജൻറ് ഉണ്ടായിരിക്കും, അതിന് പുറമെ ചൈനയിലെ ഏജൻറ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 3 പേരിൽ കൂടിയും ഈ വിസയുടെയും പെർമിറ്റിൻ്റെയും പ്രോസസ്സ് സാധാരണയിൽ കൂടുതൽ വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത്. പെർമിറ്റ് വന്നതിന് ശേഷം മാത്രമേ പലപ്പോഴും പൈസ കൊടുക്കുക. ഇപ്പോൾ തീർത്ഥയാത്രയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്നത് പെർമിറ്റ് വന്നിട്ടതിന് ശേഷം മാത്രമേ മറ്റുള്ളവരിൽ നിന്ന് പൈസ മേടിക്കുന്നുള്ളൂ. ആത്മീയം എന്നതിനൊപ്പം ശാരീരികമായി ഒരാൾക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണ് കൈലാസയാത്ര. ഇതൊക്കെ നിങ്ങളുടെ ഗൈഡുകൾ, സാധാരണ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഗൈഡുകൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഓരോ ഘട്ടത്തിലും വിലയിരുത്തിക്കൊണ്ടിരിക്കും. അവരെ നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളതാണ്. വാശിയല്ല, എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ പലരും കാണിക്കുന്നത് ആത്മവിശ്വാസത്തേക്കാൾ ഉപരി വാശിയാണ് കാണിക്കുക. വാശി ഒരിക്കലും കാണിക്കരുത്.
ഓരോരുത്തരെയും കൈലാസത്തിൽ എത്തിക്കുന്നതിന് പിന്നിൽ ഒരു നിർണായക ശക്തിയുണ്ടെന്നും കൃത്യസമയത്ത് അത് യാത്രികരിലേക്ക് അനുഗ്രഹമായി വരുമെന്നും ശിവഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അവസരം എല്ലാവർക്കും തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ മെയിനായിട്ട് ഈ തീർത്ഥയാത്രയുടെ ഒരു മെയിൻ മിഷൻ എന്ന് പറയുന്നത്. ഇതൊരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനാണ്. കാരണം മറ്റുള്ള അൺലൈക്ക് അതർ ട്രാവൽ കമ്പനികൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു കച്ചവടത്തേക്കാൾ കൂടുതൽ നമ്മുടെ സനാതന ധർമ്മത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള പല ഇതേപോലുള്ള കൈലാസമാണെങ്കിലും ചാർധാമാണെങ്കിലും അങ്ങനെ പല വിശിഷ്ട സ്ഥലങ്ങളും ആൾക്കാരെ ആകർഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. മുഴുവൻ പ്രപഞ്ചവും നിലനിൽക്കുന്നത് കൈലാസത്തെ ചുറ്റിപ്പറ്റിയാണെന്ന് പറയപ്പെടുന്നു. അതായത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. ഇവിടെ എത്തുന്ന പലരും ആ ഊർജ്ജപ്രവാഹം നേരിട്ടറിയുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വികാരമാണ് കൈലാസം എന്ന അനുഭവം. കൈലാസം നമുക്ക് വാക്കുകളാൽ വിവരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓരോ തവണയും അവിടെ ചെല്ലുമ്പോൾ കൈലാസം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോയിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രദേശങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയേറെ എനർജി നമുക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു സ്ഥലമല്ല. അവിടെ പലരുടെയും ധാരണ അവിടെ ക്ഷേത്രം ഉണ്ടെന്നാണ്. അവിടെ ഒന്നുമില്ല, കൈലാസ പർവ്വതം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കൈലാസ പർവ്വതത്തിൻ്റെ എനർജി പോലും നമുക്ക് അത്രയേറെ ആസ്വാദികരമായിരിക്കും. കാൽനടയായോ ഹെലികോപ്റ്ററിലോ വാഹനങ്ങളിലോ ഈ സ്ഥലം സന്ദർശിക്കാം. കൈലാസവും മാനസരോവറും സന്ദർശിക്കാനുള്ള ബുക്കിംഗ് വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് ചെയ്യേണ്ടത്. ഇന്ത്യ, നേപ്പാൾ, ചൈന എന്നിങ്ങനെ 3 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രാ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ വിസ നടപടികൾ കൃത്യമാക്കി വേണം യാത്ര പ്ലാൻ ചെയ്യാൻ. ഈ പ്രദേശം ചൈന അധിനിവേശ ടിബറ്റിൽ ആയതിനാൽ പാസ്പോർട്ട് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ വിശ്വസ്തരായ ഏജൻസികളെ വേണം യാത്രക്കായി തിരഞ്ഞെടുക്കാൻ. നിങ്ങൾ ഒരു കൈലാസയാത്ര ഏജൻസിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ കൂടെ മുമ്പ് പോയിട്ടുള്ള ആൾക്കാരായിട്ട്, ഏത് ഏജൻസി വേണമെങ്കിൽ ആവാം, നിങ്ങൾക്ക് എത്താൻ യോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഏജൻസിയായിട്ട് അവിടെ എത്തും, മുമ്പ് പോയിട്ടുള്ള ആൾക്കാരായിട്ട് എന്തായിരുന്നു യാത്രാനുഭവം എന്ന് പങ്കുവയ്ക്കുക. എന്നിട്ട് എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ, കാരണം പലപ്പോഴും നമ്മൾ കാണുന്നു ഇപ്പോൾ പല വലിയ ഗ്രൂപ്പുകൾ പോയിട്ട് നേപ്പാളിലൊക്കെ ദിവസക്കണക്കിന് കെട്ടിക്കിടക്കുകയാണ് വിസ വരാതെ, പെർമിറ്റ് വരാതെ. ചിലർ നേപ്പാൾ വരെ പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള ചരിത്രമുണ്ട്. ഇന്ത്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക പാതയിലെ 2 യാത്രാമാർഗ്ഗങ്ങളാണ് കൈലാസ് മാനസരോവർ യാത്രയ്ക്കുള്ളത്. ഉത്തരാഖണ്ഡിലെ രൂപ്സേക്ക് വഴിയും സിക്കിമിലെ നാഥുല പാസ് വഴിയും പോകാൻ സാധിക്കും. രണ്ടാമത്തെ ദിവസമാണ് പരിക്രമണത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം വരുന്നത്. ഡോൾമ പാസ് വരുന്ന 18,500 അടി ഉയരമുള്ള ഭാഗത്തിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മൾ 6 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഇത്രയേറെ ഉയരത്തിലേക്ക് കയറുകയും 4 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ താഴത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യും. 10 കിലോമീറ്ററിന് ശേഷം വരുന്ന 12 കിലോമീറ്റർ, അതായത് അന്നത്തെ ദിവസം 22 കിലോമീറ്ററാണ് ആകെ യാത്ര. ആ 12 കിലോമീറ്റർ നിരപ്പായ മോട്ടറബിൾ റോഡാണ്. അപ്പോൾ ഈ കാലത്ത് വരുന്ന 6 കിലോമീറ്റർ കയറ്റും 4 കിലോമീറ്റർ ഇറക്കാണ് ഈ യാത്രയിലെ ഏറ്റവും ടഫായിട്ടുള്ളത്. ഇന്ത്യയിലുള്ള പല തീർത്ഥാടകരും ഈ മാർഗ്ഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. സുത്തുൽഫുക്ക് മുതൽ ദാർച്ചൻ വരെയുള്ള ദൂരം നമുക്ക് വളരെ സമനിരപ്പുള്ളതാണ്, മോട്ടറബിൾ റോഡാണ്. അപ്പോൾ അവിടെയും നമുക്ക് പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ദൂരം കവർ ചെയ്യാൻ മൃഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇറങ്ങി വരുന്ന സമയത്ത് ഏകദേശം 1 കിലോമീറ്ററോളം ഭാഗത്ത് നമുക്ക് നടക്കേണ്ടതായിട്ട് വരും. കാരണം കുതിരയ്ക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അത്രയും സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമുള്ള പ്രദേശമുണ്ട്. മറ്റൊരു പാത നേപ്പാൾ വഴിയാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് റോഡ് യാത്രയോ യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മെയ് മാസത്തിൽ ആരംഭിച്ച് സെപ്റ്റംബർ, ഒക്ടോബർ വരെയാണ് യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കാലം. ഇതിൽ ജൂൺ മുതലുള്ള മാസങ്ങളാണ് കൂടുതൽ അനുയോജ്യം. സാധാരണ ഹിമാലയത്തിലെ വേനൽക്കാലം ആരംഭിക്കുന്ന ജൂൺ മാസമാണ്. അപ്പോൾ ജൂൺ മാസം മുതൽ ഒക്ടോബറിൽ മഞ്ഞുവീഴ്ച തുടങ്ങുന്ന ഒക്ടോബർ വരെയുള്ള, ഒക്ടോബർ അവസാനം വരെയുള്ള കാലഘട്ടങ്ങളിൽ കൈലാസ യാത്രകൾ നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള സമയമെടുക്കും. ഇതിനിടയ്ക്ക് ഒരു വർഷക്കാലം കൂടി അവിടെ കടന്നു വരുന്നുണ്ട്. അപ്പം നല്ല തണുപ്പ് നേരിടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ജൂൺ മാസം ഒഴിവാക്കി ജൂലൈ മാസങ്ങളിൽ പോകാൻ ശ്രമിക്കുക, സെപ്റ്റംബർ മാസത്തിൽ പോകാൻ ശ്രമിക്കുക. ഒക്ടോബറിലേക്ക് കിടക്കുമ്പോഴേക്കും വീണ്ടും തണുപ്പ് ആരംഭിക്കും. കൈലാസയാത്ര ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. യാത്ര ചെയ്യുന്നവർ ശാരീരികവും മാനസികവും ആത്മീയവുമായി സജ്ജരായിരിക്കണം. അടിമുടി മാറുന്ന പ്രകൃതിയുടെ നിർദ്ദേശങ്ങളെ സർവാത്മന ഉൾക്കൊണ്ട് അനുസരിക്കാൻ മാനസികമായി സജ്ജരാവണം. 69 വയസ്സ് നിലവിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. 70-ന് മുകളിലുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള അനുവാദം ചൈന കൊടുക്കുന്നില്ല. അപ്പോൾ ഫിറ്റാവുമെന്ന് പറയുന്നതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ദിവസം 5 കിലോമീറ്ററെങ്കിലും നടക്കുന്നവരായിരിക്കണം. അപ്പോൾ സാധാരണ നമ്മൾ സ്പോർട്സിൻ്റെ കണക്കനുസരിച്ച് ട്രക്കിംഗ് ചെയ്യുന്നവർ അരമണിക്കൂറിനുള്ളിൽ 5 കിലോമീറ്റർ നടക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരമായ അവസ്ഥ. അവനവൻ്റെ മുൻകാല അനുഭവങ്ങളെ ആധാരമാക്കിയുള്ള അമിത ആത്മവിശ്വാസം ഒഴിവാക്കി ശരീരം, മനസ്സ്, ബുദ്ധി, ബോധം എന്നിവ കൃത്യമായി പ്രവർത്തിപ്പിച്ച് ടിബറ്റിൻ്റെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചു വേണം കൈലാസത്തെ അനുഭവതലത്തിൽ എത്തിക്കാൻ. നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുള്ള പുരാണങ്ങളുടെ ഏടുകളിൽ കൂടി നമ്മൾ നടന്നു പോവുകയാണ്.
അപ്പോൾ ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് അതിമനോഹരമാണ്. മാത്രമല്ല കൈലാസത്തിലെത്തുമ്പോൾ മറ്റെല്ലാം മറന്നു പോകുന്നൊരു അനുഭൂതിയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രാരാബ്ദങ്ങളും ബാധ്യതകളും നമ്മളെ കാത്തിരിക്കുന്നവരും എല്ലാം മറന്നുപോയി നമ്മളും ഭഗവാനും മാത്രമായി മാറുന്ന ഒരു അസുലഭമായ അനുഭവമാണ് കൈലാസം. കഠിനമായ അന്തരീക്ഷം, ഉയരത്തിലൂടെയുള്ള യാത്ര, ഉറഞ്ഞ തണുപ്പ്, ഓക്സിജന്റെ അഭാവം എന്നീ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അതിനായി ശരീരത്തെ കൃത്യമായി ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. യാത്രയ്ക്ക് മെഡിക്കൽ പരിശോധനയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അപ്പം മിനിമമായിട്ട് പല ഏജൻസികളും അവരുടെ എണ്ണം കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തുന്നില്ല എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മെഡിക്കൽ ടെസ്റ്റുകൾ ഒരു 16ഓളമായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ ശ്വാസകോശത്തിനും ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ട ആരോഗ്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇപ്പോൾ നമ്മളൊക്കെ 3 മാസം മുമ്പ് തന്നെ ആൾക്കാരെ വിളിച്ച് അവർക്ക് പ്രാണായാമവും അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട എക്സസൈസുകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് ടഫായിട്ടുള്ളൊരു ടെറൈൻ ആയതുകൊണ്ട് ആ ഒരു പ്രിപ്പറേഷൻ നമ്മൾ എന്തായാലും മെഡിക്കൽ ടെസ്റ്റുകളിൽ എന്തായാലും നിങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യരുത്. ടിബറ്റൻ പീഠഭൂമിയുടെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാവുന്ന മൺതിട്ടകളായി രൂപപ്പെട്ട ഭൂമിയിൽ എപ്പോഴാണ് മഞ്ഞ് പെയ്യുന്നതെന്നും എപ്പോഴാണ് വെയിൽ വരുന്നതെന്നും പ്രവചിക്കാനാവില്ല. മണ്ണിടിഞ്ഞും വെള്ളപ്പാച്ചിലുമുണ്ടായ കുണ്ടും കുഴികളുമാണ് റോഡുകളിൽ. കൈലാസയാത്രികർ ശരീരം ശക്തിപ്പെടുത്താനായി യോഗയും വ്യായാമങ്ങളും പ്രാണായാമവും ചെയ്യാറുണ്ട്. ടിബറ്റിലെ അന്തരീക്ഷവും കേരളത്തിൽ നിന്ന് വരുന്നവരുടെ ശരീരവുമായി പൊരുത്തപ്പെടാൻ അല്പസമയമെടുക്കും. ഏകദേശം 2 ലക്ഷം രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ വഴിയുള്ള യാത്രയ്ക്ക് ആവശ്യമാകുന്ന ചെലവ്. നേപ്പാൾ വഴിയുള്ള യാത്രയ്ക്ക് 2.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയും ചിലവ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ നമുക്ക് ദില്ലിയിൽ നിന്നുള്ള യാത്ര തുടങ്ങുന്ന ആൾക്കാരുണ്ടായിരിക്കാം, കാഠ്മണ്ഡുവിൽ തുടങ്ങുന്നതായിരിക്കാം. ഇപ്പോൾ പലവിധ കമ്പനികൾ പല രീതിയിൽ മാർക്കറ്റ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് 2,45,000 രൂപയാണ് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ട്രാവൽ കോസ്റ്റ് ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ ദില്ലിയിൽ നിന്ന് തന്നെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ എന്നാണത് യാത്ര തുടങ്ങുന്നത് അതിൻ്റെ തലേദിവസം ദില്ലിയിലുള്ള അക്കോമഡേഷനും ഭക്ഷണം മുതൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ തിരിച്ച് യാത്ര കഴിഞ്ഞ് ദില്ലി എയർപോർട്ടിൽ എത്തുന്ന വരെയുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടെയാണ് നമ്മൾ കോസ്റ്റ് കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ഈ കാശിൽ തന്നെ 1,40,40,000 രൂപ ചൈനീസ് ഏജൻസികൾക്ക് അടയ്ക്കേണ്ട പൈസയാണ്. കൈലാസ പരിക്രമയുടെ ആദ്യ 2 ദിനങ്ങൾ കഷ്ടപ്പാടുകളുടേതാണ്. യാത്രയിലെ ബുദ്ധിമുട്ടാണ് കൈലാസയാത്രയുടെ സുഖമെന്ന് തിരിച്ചറിയണം. ഒരു കാര്യം ഉറപ്പിക്കാം, കൈലാസത്തിലേക്ക് പോയ വ്യക്തിയായിട്ടാവില്ല തിരിച്ചുവരവ്. ആ യാത്ര ഒരാളെ ഒന്ന് അഴിച്ചുപണിയും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന മുൻഗണനകൾ മാറും. ലോകത്തെയും ജീവിതത്തെയും വീക്ഷിക്കാൻ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും അഗ്രത്ത് ഒരിടം കണ്ടെത്തും. കൈലാസയാത്ര വെറുമൊരു തീർത്ഥാടനമല്ല, അവനവനിലേക്കുള്ള വെല്ലുവിളി നിറഞ്ഞ ഒരു തിരിച്ചറിവ് കൂടിയാണ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും വ്യത്യസ്തമാർന്ന വിശേഷങ്ങളും കൂടുതൽ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.